കടും ചുവപ്പ് പൂക്കളാൽ, അതായത് ബ്ലഡ് റെഡ് എന്ന് തന്നെ പറയാം, വളരെ അലങ്കാര മൂല്യമുള്ള ഒരു പൂച്ചെടിയെ കുറിച്ചാണ് പറയുന്നത്. പെരിഗ്രിന അല്ലെങ്കിൽ എരിവുള്ള ജെട്രോഫ എന്നറിയപ്പെടുന്ന ജെട്രോഫ ഇഞ്ചെരിമ കരീബിയൻ പ്രദേശത്തിലെ ക്യൂബയിലെ ഹിസ്പാനിയോയിൽ ജന്മമെടുത്ത ഒരു പൂച്ചെടിയാണ്. ഇതിന്റെ അലങ്കാര മൂല്യം കൊണ്ട് ഇന്ന് ഇത് ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും അലങ്കാര സസ്യമായി വളർത്തി വരുന്നു. ജെട്രോഫ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജെട്രോഫ എന്നത് ഗ്രീക്ക് പദമായ ജാട്രോസ് എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്. യൂഫോർബിയസി കുടുംബത്തിൽപ്പെടുന്ന ഈ ചെടിക്ക് ഈ പേര് വരാൻ കാരണം ജെട്രോഫ, ട്രോഫ് മുതലായ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. ഗ്രീക്കിൽ ജെട്രോഫ എന്നാൽ വൈദ്യൻ എന്നും ട്രോഫ എന്നാൽ പോഷകാഹാരം എന്നുമാണ്. ഫിഷിക്സ് നട്ട്, നെറ്റിൽ സ്പർജ് എന്നീ പൊതുനാമങ്ങളും ജെട്രോഫയ്ക്കുണ്ട്. ജെട്രോഫ സ്പീഷീസിൽ ഏകദേശം 170 ഇനം ചെടികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇവയിൽ ഭൂരിഭാഗവും അമേരിക്കയിൽ നിന്നുള്ളതാണ്. ഇവയിൽ പലതും പരമ്പരാഗതമായി തന്നെ അമേരിക്കയുടെ പല ഭൂപ്രദേശങ്ങളിലും കണ്ടുവരുന്നു. ഈ സസ്യങ്ങൾ ആൺപൂവും പെൺപൂവും വെവ്വേറെ ഉൽപ്പാദിപ്പിക്കുന്നു. യൂഫോർബിയസി കുടുംബത്തിലെ പല അംഗങ്ങളെയും പോലെ ജെട്രോഫയിലും ഉയർന്ന വിഷാംശമുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ബാസ്ക്കറ്റ് നിർമ്മാണം, ടാനിങ്, ഡൈ നിർമ്മാണം എന്നിവയിൽ പരമ്പരാഗതമായി ജെട്രോഫ ഉപയോഗിക്കുന്നു. മെക്സിക്കോയിലെ സൊനാറയിലെ സെരി ആളുകൾ കൊട്ട നിർമ്മാണത്തിനായി ഇതിന്റെ തണ്ട് ഉപയോഗിക്കുന്നു. അതിനായി അവർ തണ്ടുകൾ വറുത്ത് പിളർന്ന് ഒരു വിപുലമായ പ്രക്രിയയിലൂടെ കുതിർത്ത് കൊട്ടയുണ്ടാക്കുന്നു. അതിനവർ ഉപയോഗിക്കുന്നത് ജെട്രോഫ ക്യൂനിയോറ്റ ആണ്. ഇതിന്റെ മറ്റൊരു സ്പീഷീസായ ക്രാമേരിയ ഗേയിയുടെ വേരിൽ നിന്ന് ചുവന്ന ചായം നിർമ്മിക്കുന്നു. ഇതിന്റെ മറ്റൊരു സ്പീഷീസായ ജെട്രോഫ പോഡോഗ്രിക്ക മെക്സിക്കോയിലും തെക്ക് പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റിലും തുകൽ ടാൻ ചെയ്യാനും ചുവന്ന ചായം നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. 2000-കളിൽ ജെട്രോഫ കോർക്കസ് എന്ന ഒരിനം ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കാനുള്ള എണ്ണവിളയായി കണ്ടെത്തി. വിളക്കെണ്ണയായി ഉപയോഗിക്കുമ്പോൾ ഔഷധ പ്രാധാന്യം ലഭിക്കാൻ വെരാക്രൂസ് പ്രദേശത്തിലെ തദ്ദേശീയരായ മെക്സിക്കോക്കാർ വിഷസംയുക്തങ്ങളില്ലാത്ത ജെട്രോഫ കാർക്കാസ് വേരിയന്റിനെ തെരഞ്ഞെടുത്ത് പ്രജനനം നടത്തി വികസിപ്പിച്ചു. ബയോഡീസലിന്റെ ഉറവിടമായി ഇത് ഉപയോഗിക്കുമ്പോൾ മികച്ച വരുമാനം നൽകുന്നുവെന്നും ചില കണ്ടെത്തലുകൾ പറയുന്നു. എന്നാൽ മറ്റു എണ്ണവിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ലാഭകരമല്ലെന്ന് ചില കർഷകർ പറയുന്നു. പക്ഷേ ഇതിന്റെ ഉയർന്ന വിളവ്, അതിൽ നിന്ന് ലഭിക്കുന്ന ഉയർന്ന എണ്ണയുടെ അളവ്, വരൾച്ചാ പ്രതിരോധം, സസ്യഎണ്ണയുടെ നല്ല ഗുണനിലവാരം എന്നിവയുൾപ്പെടെ മികച്ച സ്വഭാവ സവിശേഷതകൾ കാരണം ജെട്രോഫ കാർക്കസ് നിരവധി ഗവേഷകരെ ആകർഷിച്ചു. ഇത് ലോകവ്യാപകമായി തന്നെ ഒരു ബയോഡീസൽ പ്ലാന്റായി കണക്കാക്കുന്നു. ഇതിൽ നിന്ന് പ്രോട്ടീൻ സമ്പുഷ്ട ഉൽപ്പന്നമായ എണ്ണ വേർതിരിച്ചെടുക്കുന്ന ഫലമായി ഉണ്ടാകുന്ന പിണ്ണാക്ക് മത്സ്യങ്ങൾക്കോ മൃഗങ്ങൾക്കോ തീറ്റയായി ഉപയോഗിക്കുന്നു. വൈദ്യുത നിലയങ്ങൾക്ക് ഊർജം പകരുന്നതിനോ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിനോ ഉള്ള ഒരു ബയോമാസ് ഫീഡ് സ്റ്റോക്ക് ആയോ ഉപയോഗിക്കാം. ഉയർന്ന നിലവാരമുള്ള ജൈവവളം കൂടിയാണിത്. കീടനാശിനിയായും വെർമിഫ്യൂജ്, അലങ്കാരം തുടങ്ങി മതപരമായ ആചാരങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. നാം ഇവിടെ വിശകലനം ചെയ്യുന്ന പ്ലാന്റ് ഈ സ്പീഷീസ് അല്ലാത്തതിനാൽ അതിന്റെ വിശദവിവരങ്ങളിലേക്കും കടക്കുന്നില്ല. എങ്കിലും ജെട്രോഫ ഇനത്തിന്റെ ഔഷധഫലങ്ങളും പാർശ്വഫലങ്ങളും തുടർന്നുള്ള ഭാഗങ്ങളിൽ പരാമർശിക്കുന്നതാണ്. ജെട്രോഫ ഇഞ്ചെരിമ 1.8 മുതൽ 3.7 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ചിലപ്പോൾ ഇത് 4.6 വരെ ഉയരത്തിലെത്താം. ഇതിന് മിനുസമാർന്നതും ചാരനിറത്തിലുള്ള തവിട്ട് പുറന്തൊലിയും തിളങ്ങുന്ന കടും പച്ച നിറത്തിലുള്ള ഇലകളും ഉണ്ട്. ഈ ചെടി വർഷം മുഴുവനും ചൂടുള്ള കാലാവസ്ഥയിൽ നക്ഷത്രാകൃതിയിലുള്ള മനോഹരമായ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പൂക്കൾക്ക് സാധാരണയായി കടും ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറമായിരിക്കും. ഇന്ന് ഇതിന്റെ വെള്ളയോ മഞ്ഞയോ നിറത്തിലുള്ള പൂക്കളുടെ ഇനങ്ങളും ലഭ്യമാണ്. ഓരോ പൂവിനും 5 ദളങ്ങളും മധ്യഭാഗത്ത് കേസരങ്ങളുടെ ഒരു പ്രധാന കൂട്ടവുമുണ്ട്. ഇതിന്റെ പൂക്കൾ വിത്തുകൾ അടങ്ങിയ ചെറിയ വൃത്താകൃതിയിലുള്ള പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. പൂക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പഴങ്ങൾ ഈ ചെടിക്ക് അധികം അലങ്കാര മൂല്യങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. പൂന്തോട്ടങ്ങളിലും പാർക്കുകളിലും ലാൻഡ്സ്കേപ്പുകളിലും ആകർഷകമായ സസ്യജാലങ്ങൾക്കും വർണ്ണാഭമായ പൂക്കൾക്കും ഒരു അലങ്കാര സസ്യമായി ഇത് കൃഷി ചെയ്യുന്നു. ഭാഗിക തണലിനേക്കാൾ നല്ല നീർവാർച്ചയുള്ള മണ്ണും പൂർണ്ണ സൂര്യപ്രകാശവും ഇത് ഇഷ്ടപ്പെടുന്നു. പ്ലാന്റുകൾ ചെറുപ്രായത്തിൽ പതിവായി നനയ്ക്കേണ്ടതാണ്. വരൾച്ചയെ അതിജീവിക്കുന്ന ചെടിയാണെങ്കിലും ചെറുപ്രായത്തിൽ വരൾച്ചയെ അതിജീവിക്കാൻ ഇതിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. ഇതിന്റെ ഒപ്റ്റിമൽ പോഷക ശേഖരണത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും 6 മുതൽ 7 വരെയുള്ള pH ലെവലാണ് ഏറ്റവും അനുയോജ്യം. അതായത് ചെറുതായി അസിഡിറ്റി മുതൽ ന്യൂട്രൽ വരെയുള്ള ശ്രേണിയാണത്. അലങ്കാര സസ്യമായതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും സമൃദ്ധമായ പൂക്കൾക്കും ഈ ചെടിക്ക് വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്.
സാധാരണയായി വസന്തകാലത്തും വേനൽക്കാലത്തും ചെടി സജീവമായി വളരുകയും പുതിയ മുളകളും പൂക്കളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതിന് വളം നൽകാം. സാധാരണ പൂച്ചെടികൾക്ക് കൊടുക്കുന്ന 10ന്റെ തുല്യ അനുപാതത്തിലുള്ള NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതല്ലെങ്കിൽ പൊതു ആവശ്യങ്ങൾക്കായി രൂപപ്പെടുത്തിയ സമീകൃതവും സാവധാനത്തിലുമുള്ള വളം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ജൈവവളമായ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ മത്സ്യ എമൽഷനുകളോ നൽകാം. വളം നൽകുമ്പോൾ അമിത വളപ്രയോഗം ഒഴിവാക്കുക. കാരണം അമിതവളം പൂക്കൾ കുറയാനും സസ്യജാലങ്ങളുടെ അമിത വളർച്ചയ്ക്കും കാരണമാകും. ചെടി വളരുന്ന സീസണിൽ 4-6 ആഴ്ചയിലൊരിക്കൽ വളപ്രയോഗം നടത്തുക. ചെടിയുടെ വളർച്ചയെ നിരീക്ഷിക്കുകയും അതിന്റെ പ്രതികരണത്തെയും പോഷകാവശ്യങ്ങളെയും അടിസ്ഥാനമാക്കി വളപ്രയോഗത്തിന്റെ ആവൃത്തി ക്രമീകരിക്കുക. ഇതിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നൈട്രജൻ ആവശ്യമാണെങ്കിലും ഈ ചെടി പൂവിടുമ്പോൾ അമിതമായ നൈട്രജൻ നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അമിതമായ സസ്യജാലങ്ങൾക്ക് കാരണമാകും. ഈ അസന്തുലിതാവസ്ഥ തടയുന്നതിന് ഉയർന്ന നൈട്രജൻ വളങ്ങളോ നൈട്രജൻ സമ്പുഷ്ടമായ വളങ്ങളുടെ അമിത പ്രയോഗമോ ഒഴിവാക്കുക. വളം പ്രയോഗിക്കുമ്പോൾ വളം ചെടിയുടെ ചുവട്ടിൽ തുല്യമായി വിതറുക. തണ്ടുമായി നേരിട്ട് സമ്പർക്കമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെടിയുടെ വേരുകളിലേക്ക് പോഷകം വിതരണം ചെയ്യാൻ സഹായിക്കുന്നതിന് വളപ്രയോഗത്തിന് ശേഷം മണ്ണ് നന്നായി നനയ്ക്കുക. മുഞ്ഞ, വെള്ളീച്ച, ചിലന്തി, മെലിബഗുകൾ എന്നിവയാണ് ഈ ചെടിയെ ബാധിക്കുന്ന കീടങ്ങൾ. കൂപ്പൽ, ഇലപ്പുള്ളി, വേരുചീയൽ, ബാക്ടീരിയൽ ഇലപ്പുള്ളി എന്നിവയാണ് ഇതിനെ ബാധിക്കുന്ന രോഗങ്ങൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും എയർ ലെയറിംഗ് വഴിയും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വ്യാപകമായി കാണുന്നത് ആഫ്രിക്ക, ഇന്ത്യ, തെക്കേ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്, മധ്യ അമേരിക്ക, കരീബിയ എന്നിവിടങ്ങളിലാണ്. ഈ സ്പീഷീസുകളിൽ ചിലത് ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ രോഗങ്ങൾ ഭേദമാക്കാൻ പരമ്പരാഗത വൈദ്യങ്ങളിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് വ്യാപകമായി കാണപ്പെടുന്നു. ജെട്രോഫ ഗോസിപ്പിഫോളിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ബെല്ലിഷെ ബുഷ് എന്ന് പരക്കെ അറിയപ്പെടുന്ന ഈ ചെടി ആഫ്രിക്കയിലും അമേരിക്കയിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ നിരവധി മനുഷ്യർക്കും വെറ്റിനറി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇതിന്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചുള്ള നിർണായക തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഫൈറ്റോ കെമിസ്ട്രി, ഫോർമക്കോളജി, ടോക്സിസിറ്റി എന്നിവയുടെ ലഭ്യമായ ഡാറ്റകൾ നമുക്ക് പരിശോധിക്കാം. ഫാർമക്കോളജിക്കൽ പഠനങ്ങളിൽ ആന്റി മൈക്രോബയൽ, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഹെമറാജനിക്, ആന്റി ഡയബറ്റിക്, ആന്റി ഒഫീഡിയൻ, ആന്റി പൈററ്റിക്, ഹീലിംഗ്, ആന്റി അനാമിക്, ആന്റി ഹൈപ്പർടെൻസീവ്, ആന്റി ക്യാൻസർ എന്നിവയുടെ ഏജന്റുകൾ ഇതിന്റെ വ്യത്യസ്ത സത്തിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെയും അതിന്റെ ഒരു ക്ലിനിക്കൽ ട്രയലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട നാടോടി ഉപയോഗങ്ങൾ വിലയിരുത്തുന്നതിനും അതുപോലെ തന്നെ ജനകീയ അവകാശവാദങ്ങളെ അടിസ്ഥാനമാക്കി ഫാർമക്കോളജിക്കൽ പ്രസക്തിയുള്ള പുതിയ ബയോ ആക്റ്റീവ് തന്മാത്രകൾ കണ്ടെത്തുന്നതിനും കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. ഫൈറ്റോ കെമിക്കൽ വിശകലനവുമായി ബന്ധപ്പെട്ട ടോക്സിക്കോളജിക്കൽ പഠനങ്ങൾ ഇതിന്റെ ഔഷധമൂല്യം കുറയ്ക്കാൻ കഴിയുന്ന വിഷ ഇഫക്റ്റുകൾ മനസ്സിലാക്കാൻ പ്രധാനമാണ്. ഇതിന്റെ ജനപ്രിയ ഉപയോഗത്തിന്റെ എത്തനോ ഫാർമക്കോളജിക്കൽ മൂല്യനിർണ്ണയവും ഹെർബൽ മരുന്നുകളും കൂടാതെ ബയോ ആക്റ്റീവ് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെയും ഒരു പുതിയ ഉറവിടമായി പരിവേഷണം ചെയ്യുന്നതിനുള്ള ഭാവി ഗവേഷണവും ആവശ്യമാണ്. ഇത് ആൻജിയോസ്പെർമുകളുടെ ഏറ്റവും വലിയ കുടുംബങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന യൂഫോർബിയസി കുടുംബത്തിൽ ലോകമെമ്പാടുമുള്ള ഏകദേശം 300 ജനുസുകളും 5 ഉപകുടുംബങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന 7800 സ്പീഷീസുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇവ ഏറെയും ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല പരിതസ്ഥിതിയിലാണ് വളരുന്നത്. ബ്രസീലിൽ ആമസോൺ, കാറ്റിങ്ങ, അറ്റ്ലാന്റിക് വനങ്ങളിൽ ഇത് സർവ്വസാധാരണമാണ്. ഈ സ്പീഷീസുകളുടെ പ്രധാന സവിശേഷതയായ ഔഷധ പ്രാധാന്യങ്ങൾ കാരണം ബ്രസീലിയൻ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം അവിടുത്തെ തിരഞ്ഞെടുത്ത ഔഷധ സസ്യങ്ങളുടെ ദേശീയ പട്ടികയിൽ ജെട്രോഫ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2009 ഫെബ്രുവരിയിൽ ബ്രസീലിയൻ ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണിത്. അതിൽ ബ്രസീലിന്റെ പൊതുജനാരോഗ്യത്തിന് താൽപ്പര്യമുള്ള ഔഷധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 71 ഇനം ഔഷധ സസ്യങ്ങളുടെ പട്ടികയിലാണ് ഇത് പെടുത്തിയത്. ഇതുകൂടാതെ ഇതിൽ ആൽക്കലോയിഡുകൾ, കോമറിനുകൾ, ഫ്ലവനോയിഡുകൾ, ലിഗ്നോയിഡുകൾ, ഫിനോൾഡ്, സപ്പോണിനുകൾ, സ്റ്റിയറോയിഡുകൾ, ടാനിൻസ്, ടെർപ്പനോയിഡുകൾ എന്നിവയും ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. യൂഫോർബിയസി കുടുംബത്തിലെ മറ്റംഗങ്ങളെ പോലെ ജെട്രോഫ ജനുസിലെ ഈ ചെടികളിലും നിരവധി വിഷസംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ജെട്രോഫ കർക്കാസിന്റെ വിത്തുകളിൽ ഉയർന്ന വിഷാംശമുള്ള ടോക്സൽബൂമിൻ കുർസിൻ അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ ലെക്റ്റിൻ ഡൈമറും അടങ്ങിയിട്ടുണ്ട്. ക്യാൻസറിന് കാരണമാകുന്ന ഫോർബോളും അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഇതിന്റെ വിത്തുകൾ ചില പ്രദേശങ്ങളിൽ വറുത്ത് കഴിക്കുന്നുണ്ട്. വറുത്താൽ ഇതിന്റെ വിഷാംശം കുറയും എന്ന് പറയപ്പെടുന്നു.
ഇതിന്റെ സ്രവം ചർമ്മത്തെ പ്രകോപിക്കുന്നതാണ്. കൂടാതെ മനുഷ്യർ ഇതിന്റെ ശുദ്ധീകരിക്കാത്ത വിത്ത് 3-ൽ കൂടുതൽ കഴിച്ചാൽ മാരകമായേക്കാം. വെസ്റ്റേൺ ഓസ്ട്രേലിയ 2005 ജട്രോഫ ഗോസിപ്പിഫോളിയ ആളുകളുടെയും മൃഗങ്ങളുടെയും ആക്രമണകാരിയും അത്യധികം വിഷലിപ്തവുമാണെന്ന് പറഞ്ഞ് നിരോധിച്ചു. എങ്കിലും ചില ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ ഇത് ഒരു ഔഷധമായി ഉപയോഗിക്കുന്നത് ഇന്നും തുടരുന്നു. ഒരു പഠനത്തിൽ ഇതിന്റെ ഉണങ്ങിയ ഇലകൾക്ക് ആന്റിഫംഗൽ പ്രവർത്തനമില്ലെന്ന് കണ്ടെത്തി. ജട്രോഫ ഇഞ്ചരിമ വർഷം മുഴുവനും ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല ഭൂപ്രകൃതിക്ക് നിറവും ഭംഗിയും നൽകുന്ന ശ്രദ്ധേയമായ പൂക്കൾക്ക് വിലമതിക്കുന്ന ഒരു സവിശേഷമായ ചെടിയാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ജട്രോഫ ഇഞ്ചരിമ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെ അടങ്ങിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.